നോവലിസ്റ്റ് സാബു പുലിക്കത്തറയുടെ നിലാവ് കാണുന്നു. നല്ലൊരു കലാകാരൻ. ശ്രീ ടൈറ്റസ് ഗോതിരത്ത്, പ്രിയ കഥാകാരൻ. അപ്പൊ സാബുവിന്റെ കഥകൾ ഞാൻ ആദ്യം കേൾക്കുന്നതും റേഡിയോയിലാണ്, സാഹിത്യസുരഭിയിലാണ്. ചരക്ക്, തള്ള, ഇരുട്ടുകുത്തി, ഈ കഥകളൊക്കെ ഞാൻ റേഡിയോയിൽ നിന്നാണ് കേട്ടത്. അപ്പൊ ഈ കഥകളെല്ലാം കേൾക്കുമ്പോഴും അതുപോലെ സാബുവിന്റെ പുസ്തകങ്ങൾ വായിക്കും. തുരുത്തിന്റെ കഥകൾ, തുരുത്തിന്റെ ചരിത്രം, തുരുത്തിന്റെ വാമൊഴിയിൽ സാബു പറയുന്ന രീതിയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ എന്നെയും ഏറെ ആകർഷിച്ചത്. കാട്ടിലോട്ട് പുഴുക്കളെ പോലെ ഞൊളച്ചു കയറി വന്നതാ ആദ്യ മനുഷ്യന്മാര്. പിന്നീട് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ തേങ്ങ ഒഴുകി വന്ന്, പിന്നീട് തെങ്ങ് വളർന്നു, തെങ്ങും മനുഷ്യനും പെറ്റുപെരുകി. അതുപോലെ പിന്നീട് വന്ന വെള്ളപ്പൊക്കത്തിൽ കോഴിയും താറാവും പശു പാപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കടത്തുകാരൻ പാപ്പൻ കുട്ടികൾക്കൊക്കെ തേന്നില സ്വാധീനമില്ല. ഈ കടത്തുകാരൻ മരിക്കുന്നത് പുഴയിൽ മുങ്ങിയാണ്. ഈ അധ്യായത്തിന്റെ ഒടുവില് നമുക്ക് സന്തോഷമുള്ളപ്പോ നമ്മൾ സംഗീതം ആസ്വദിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ഓർത്തുപോയാൽ നമ്മുടെ ഗോത്രത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ തുരുത്തിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കൊച്ചു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടന്ന ധന്യമായ ഒരു നിമിഷം. ഏതായാലും നമ്മുടെ സാബുവിൻ്റെ ഈ പുസ്തകം നിലാവ് കാണുന്ന പെൺകുട്ടി എന്ന ഈ പുസ്തകം, അതിൻ്റെ പേരിൽ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ അതിന് ഒരു വല്ലാത്ത അഴകുണ്ട്, ഒരു വശ്യതയുണ്ട്.